യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴേക്കും അപ്ഡേറ്റ് ഉണ്ട്. സോ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് വന്നപ്പോഴേക്കും ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ 3 പ്രധാനപ്പെട്ട താരങ്ങൾ അടുത്ത മത്സരത്തിൽ ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഗ്രെഗ് സ്റ്റുവർട്ട്, ദിമിത്രോസ് പെട്രറ്റോസ്, അതുപോലെ തന്നെ വീണ്ടും ആഷിഖ് കുർണിയൻ. അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അദ്ദേഹം തിരിച്ചു വന്നു, പിന്നെ ഇഞ്ചുറി, തിരിച്ചു വന്നു, പിന്നെ ഇഞ്ചുറി. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ഒന്നും പിടികിട്ടുന്നില്ല. കാരണം ഒരു ഇഞ്ചുറി ലൈഫാണ് ആഷിഖ് കുർണിയൻ്റെ. കാരണം അദ്ദേഹം വരുന്നു പോകുന്നു നല്ലൊരു പ്ലെയറാണ്. ബട്ട് എന്താ പറയുക, നെയ്മറിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ ഇഞ്ചുറി അദ്ദേഹത്തിൻ്റെ കരിയറിനെ റൂയിൻ ചെയ്തു എന്ന് തന്നെ പറയണം. എന്തായാലും ഇനിയും ഇഞ്ചുറികൾ കൂടുകയാണെങ്കിൽ അതൊട്ടും തന്നെ ശരിയാകില്ല എന്ന് തന്നെ പറയാം. സോ എന്തായാലും ആഷിഖ് കുർണിയൻ്റെ ഇഞ്ചുറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. അദ്ദേഹം അടുത്ത മാച്ച് കളിക്കുകയോ കളിക്കാതിരിക്കുകയോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കാര്യമാണ്, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചുറി, മലയാളി പ്ലെയർ അല്ലെങ്കിൽ ഇന്ത്യയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു ഇഞ്ചുറി വരുന്നത് ഒട്ടും തന്നെ എന്താ പറയുക, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അദ്ദേഹം വന്നൊരു കളി തന്നെ ചേഞ്ച് ചെയ്ത് നമ്മൾ കണ്ടതാണ്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിഖിൽ പ്രഭുവുമായിട്ട് വന്നപ്പോഴേക്കൊരു ഒരു അപ്ഡേറ്റ് ആണ്. നിഖിൽ പ്രഭു മിക്കവാറും ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. സമ്മർ വരെ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിനുള്ളൊരു എന്താ പറയുക ക്ലൂ ആണ് നമുക്ക് അദ്ദേഹം തന്നെ ഇട്ട് തന്നത്. അതായത് ഒരു സ്റ്റോറി അദ്ദേഹം ഇട്ടു. ആ ഒരു സ്റ്റോറി ഇങ്ങനെയാണ്: ഗുഡ് ടു സീ യു ബാക്ക് ബ്രദർ. അത് ഐബാൻ ഡോഗിലിനെ കുറിച്ചാണ്. സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത്. സോ മിക്കവാറും ചിലപ്പോൾ നിഖിൽ പ്രഭു ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം എത്ര തുക കൊടുത്താണെങ്കിലും അഭിഷേക് സിംഗ്, നിഖിൽ പ്രഭു തുടങ്ങിയ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള വലിയ സാധ്യതകൾ തന്നെയുണ്ട്.